നമസ്കാരം. നമ്മൾ കാണുന്ന ഈ ലോകം എത്രത്തോളം സത്യമാണോ അത്രത്തോളം തന്നെ നിഗൂഢമാണ് നമ്മൾ കാണാത്ത അദൃശ്യ ലോകവും. ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യങ്ങൾ തേടിപ്പോയ ഒരു മനുഷ്യനുണ്ട്, ഗൗരവ് തിവാരി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ, ഒരുപക്ഷെ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. 6000-ലധികം പ്രേതബാധയുള്ള സ്ഥലങ്ങൾ, ഭയപ്പെടുത്തുന്ന രാത്രികൾ, അജ്ഞാതമായ ശബ്ദങ്ങൾ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. എന്നാൽ 2016 ജൂലൈ 7 ഡൽഹിയിലെ ദ്വാരകയിലുള്ള തന്റെ ഫ്ളാറ്റിൽ ഗൗരവ് തിവാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തെ കണ്ടെത്തിയത് അകത്തുനിന്ന് പൂട്ടിയ ഒരു ബാത്റൂമിനുള്ളിൽ നിന്നാണ്. പരിശോധനയിൽ കഴുത്തിൽ കറുത്ത പാടുകൾ കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആ കറുത്ത പാടുകൾ എങ്ങനെ വന്നു? അതൊരു ആത്മഹത്യയായിരുന്നു? അതോ അദ്ദേഹം എന്നും ഗവേഷണം നടത്തിയിരുന്ന ആ അദൃശ്യ ശക്തികൾ അദ്ദേഹത്തെ തേടി വന്നതാണ്? അദ്ദേഹത്തിന്റെ ജീവിതവും മരണവും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ്. ആ നിഗൂഢതകളും ചോദ്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഗൗരവ് തിവാരിയുടെ തുടക്കം ഒരു സാധാരണ യുവാവിനെ പോലെയായിരുന്നു. അദ്ദേഹത്തിന് പ്രേതങ്ങളെ പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, തുടക്കത്തിൽ അദ്ദേഹം അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാൻ അദ്ദേഹം അമേരിക്കയിലെ ഫ്ലോറിഡയിലെത്തി. എന്നാൽ അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് ഗൗരവിന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. രാത്രികാലങ്ങളിൽ അടുക്കളയിൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം, ആരോ തന്നെ തുറച്ചു നോക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ. തന്റെ കൂടെ താമസിച്ചിരുന്ന സുഹൃത്തുക്കളും ഇതനുഭവിച്ചു. ഒരു ദിവസം രാത്രി തന്റെ കൺമുന്നിൽ ഒരു പെൺകുട്ടിയുടെ രൂപം അദ്ദേഹം കണ്ടു. ഭയം നോടുന്നതിനു പകരം എന്താണ് ഇത് എന്ന് ശാസ്ത്രീയമായി ചിന്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പൈലറ്റ് ലൈസൻസ് കയ്യിലിരിക്കെ തന്നെ അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ പാരാനെക്സിസ് അക്കാഡമിയിൽ ചേർന്നു. അവിടെ വെച്ച് മെറ്റാഫിസിക്സ്, പാരാനോർമൽ സയൻസ് എന്നിവയിൽ അദ്ദേഹം ബിരുദം നേടി. ആകാശത്ത് വിമാനം പറത്തേണ്ടിയിരുന്ന കൈകൾ അദൃശ്യ ഊർജത്തെ അളക്കുന്ന മെഷീനുകളെ തിരഞ്ഞെടുത്തു. 2009 ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗൗരവ് കണ്ടത് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ പ്രേതബാധ എന്നാൽ മന്ത്രവാദവും ആഭിചാരവുമായിരുന്നു. ഇതിനെതിരെ ശാസ്ത്രീയമായ ഒരു പോരാട്ടം തുടങ്ങാനാണ് അദ്ദേഹം ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി സ്ഥാപിച്ചത്. അദ്ദേഹം ഒരിക്കലും പൂജകളോ മന്ത്രവാദമോ നടത്തിയില്ല. പകരം തന്റെ ടീമിനൊപ്പം അത്യാധുനിക ഉപകരണങ്ങളുമായാണ് ഓരോ സ്ഥലത്തും പോയത്. EMF മീറ്റർ, വൈദ്യുത കാന്തിക തരങ്ങളിലെ വ്യതിയാനം അളക്കാൻ. ഒരാത്മാവ് അടുത്തുണ്ടെങ്കിൽ ഇതിലെ ലൈറ്റുകൾ മിന്നിമറിയും. EVP റെക്കോർഡർ, മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യാൻ. തെർമൽ ക്യാമറ, അന്തരീക്ഷത്തിലെ പെട്ടെന്നുള്ള താപനില മാറ്റങ്ങൾ കണ്ടെത്താൻ. ഗോസ്റ്റ് ബോക്സ്, റേഡിയോ തരംഗങ്ങളിലൂടെ ആത്മാക്കളുമായി തത്സമയം സംസാരിക്കാൻ. ഈ മെഷീനുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ 90% കേസുകളും പ്രേതബാധയല്ലെന്നും വെറും മാനസിക വിഭ്രാന്തികളോ പ്രകൃതിദത്തമായ കാരണങ്ങളോ ആണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെയും എന്നാൽ അതിലേറെ ആരാധകരെയും നേടിക്കൊടുത്തു. രാജസ്ഥാനിലെ ജയ്സാൽമീറിനടുത്തുള്ള കുൽധാര ഗ്രാമം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായ ആളുകൾ ശാപം ബാക്കി വെച്ചുപോയിടം. ഗൗരവ് തിവാരിയുടെ ഏറ്റവും പ്രശസ്തമായ കേസുകളിൽ ഒന്നാണിത്. അവിടെ രാത്രി തങ്ങാൻ ആരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഗൗരവും സംഘവും അവിടെ ടെന്റ് അടിച്ച് താമസിച്ചു. അർദ്ധരാത്രിയിൽ ഗൗരവിന്റെ കയ്യിലുണ്ടായിരുന്ന EVP റെക്കോർഡറിൽ വിചിത്രമായ അടക്കം പറച്ചിലുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ചുറ്റുമുള്ള താപനില പെട്ടെന്ന് 0 ഡിഗ്രിയിലേക്ക് താഴ്ന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഈ കേസ് ടെലിവിഷൻ ചാനലുകളിൽ വന്നതോടെ ഗൗരവ് തിവാരി എന്ന പേര് ഇന്ത്യ മുഴുവൻ തരംഗമായി മാറി. സോണി ടിവിയിലെ ഭൂത് ആയ എന്ന ഷോയിലൂടെ അദ്ദേഹം ഈ അനുഭവങ്ങൾ പങ്കുവച്ചു. ഔദ്യോഗികമായി ഗവൺമെന്റ് സൂര്യാസ്തമനത്തിന് ശേഷം പ്രവേശനം നിരോധിച്ച ഇടമാണ് ബാൻഗഡ് കോട്ട. ഇവിടെയും ഗൗരവ് തന്റെ പരീക്ഷണങ്ങൾ നടത്തി. അവിടെയുള്ള നർത്തകിയുടെ മഹലിൽ വെച്ച് അദ്ദേഹത്തിന്റെ ടീമിലെ പലർക്കും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായി. ക്യാമറകൾ തനിയെ ഓഫ് ആകുകയും മെമ്മറി കാർഡുകൾ ഡാമേജ് ആകുകയും ചെയ്തു. എന്നാൽ ബാൻഗഡിൽ വെച്ച് അദ്ദേഹം കണ്ടെത്തിയ പ്രധാന കാര്യം അവിടെയുള്ളത് ആത്മാക്കൾ മാത്രമല്ല, മറിച്ച് ആ സ്ഥലത്തിന്റെ ചരിത്രപരമായ നെഗറ്റീവ് ഊർജം കൂടിയാണെന്ന്.
ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. MTV ഫിയർലെസ് എന്ന ഷോയിലൂടെ അദ്ദേഹം യുവാക്കൾക്ക് ഈ വിവരങ്ങൾ പകർന്നു നൽകി. 2016 ജൂലൈ. ഗൗരവ് തിവാരി അസ്വസ്ഥനായിരുന്നു. തന്റെ ഭാര്യയായ ആര്യയോട് അദ്ദേഹം പറഞ്ഞു, ഒരു കറുത്ത രൂപം എന്നെ പിന്തുടരുന്നു, എനിക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിലേക്ക് പടർന്ന നെഗറ്റീവ് എനർജിയാകാം ഇതെന്നാണ് സഹപ്രവർത്തകർ വിശ്വസിക്കുന്നത്. ജൂലൈ 7 രാവിലെ 11 മണിയോടെ ബാത്റൂമിൽ പോയ ഗൗരവ് തിരിച്ചു വന്നില്ല. വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ കണ്ടത് ബോധരഹിതനായ ഗൗരവിനെയാണ്. കഴുത്തിന് ചുറ്റും ആരോ കൈകൾ കൊണ്ട് ഞെരിച്ചതുപോലെയുള്ള കറുത്ത പാടുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ശ്വാസം മുട്ടിയാണ് മരണം. എന്നാൽ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കെ, ബാത്റൂമിൽ മറ്റാരും ഇല്ലാതിരിക്കെ ആരാണ് അദ്ദേഹത്തിന്റെ കഴുത്ത് ഞെരിച്ചത്? ഇന്നും ആ ചോദ്യം ബാക്കിയാണ്. ഗൗരവ് തിവാരി വിശ്വസിച്ചിരുന്നത് ഭയം വെറും ഒരു വികാരമാണെന്നും ശാസ്ത്രമാണ് സത്യമെന്നുമാണ്. ഗൗരവ് തിവാരിയുടെ മരണശേഷവും അദ്ദേഹം സ്ഥാപിച്ച സൊസൈറ്റി ഇന്നും ഇന്ത്യയിലെ ഇരുളടഞ്ഞ ഇടങ്ങളിൽ വെളിച്ചമായി പ്രവർത്തിക്കുന്നു. അദൃശ്യ ലോകത്തെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഒരു വലിയ അടയാളമായി ഇന്നും നിലനിൽക്കും. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.